ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വൈഷുവിനെ ആദ്യമായിട്ട് സ്കൂളിൽ കൊണ്ടുവിടാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മളിതിന് മുമ്പ് അംഗൻവാടിയിൽ പോകുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി പോവാണ്. അപ്പം സ്കൂളിൽ ചെന്നപ്പം തുടങ്ങിയില്ല, ഞങ്ങൾ ശരിക്കും തുടങ്ങിയെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. ഇപ്പോൾ 9 മണിക്ക് വരാനാണ് പറഞ്ഞത്. അപ്പോൾ 9 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ലേറ്റായെങ്കിലും നേരെ ഇവർ ആശ്രമത്തിലോട്ട് കൊണ്ടുപോകാനാണ് കേട്ടോ പറഞ്ഞത്. അപ്പം നമ്മുടെ പന്മനെ ആശ്രമത്തിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ചെന്നപ്പോൾ കുറച്ച് സമയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഏട്ടനും വൈഷുവും കൂടി തൊഴാൻ വേണ്ടിയിട്ട് കയറി അമ്പലത്തിൽ. അവർ പായസമൊക്കെ കുടിച്ചിട്ട് വരും കേട്ടോ, കൈ കഴുകാൻ വരുക. നമുക്ക് പായസം കിട്ടിയില്ല വെച്ചു. അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് സ്കൂളിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളല്ലേ, ഒരുപാട് നേരം അവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ വന്നു, പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നടത്തി.
ഞാൻ ശരിക്കും ഇതുപോലെ ഒരു പ്രവേശനോത്സവം ഇങ്ങനെ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എൻ്റെ കുഞ്ഞിലേങ്ങാണോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാണ്ട് വളർന്നണക്കായാലും നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാൻ വയ്യ. സാധാരണ നമ്മൾ ചെല്ലുന്നു, പേരെഴുതി കൊടുക്കുന്നു, പിന്നെ ക്ലാസ്സിൽ കയറിയിരിക്കുന്നു. ചിലപ്പം കാണാൻ ഒരു മുട്ടായൊക്കെ കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ നമ്മളെ പേരൊക്കെ വിളിക്കുന്നു, തിരിച്ച് അപ്പം തന്നെ തിരിച്ചു വിടുന്നു. ഇത് പക്ഷേ ഒരുപാട് സമയം ഇരുന്നു കേട്ടോ. 9 മണിക്കെന്ന് പറഞ്ഞിട്ട് 9:05 കഴിയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ ചെന്നു. എന്നിട്ട് കുറേ നേരം ഇരുന്നു. ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്നത്. അപ്പം ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ കയറിയിട്ട് പിന്നെ ചെറിയൊരു മീറ്റിംഗ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണ്ടേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ. പിന്നെ ക്ലാസ്സിൽ ചെല്ലേണ്ട സമയം, ആഹാരം കൊണ്ടുചെല്ലേണ്ട രീതികൾ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും സ്വാഗതം. ടീച്ചറിനെ ഏൽപ്പിച്ചൊരു കർത്തവ്യം സ്വാഗതം പറയാനാണ്. എങ്കിലും 2 വാക്ക് മാത്രമേ ഞാൻ പറയാം. കാരണം എല്ലാവരും ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് ഓരോന്ന് നടത്തേണ്ടതുണ്ട്. എങ്കിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. മഴ മാറി സ്കൂളിൽ ഇതൊക്കെ ഉണ്ടെന്നും പറഞ്ഞാട്ടോ വൈശു പഠിക്കാൻ വരുന്നത്. ഇനി എന്തോ ആവും വിളിക്കുന്നു. വേണ്ട, കരയും കരയും. നമ്മുടെ പന്നല ഈ വാർഡിന്റെ മെമ്പർ കൂടിയായ ശ്രീമതി ഫ്രാൻസിയ, കരയുവാണോ? രക്ഷകർക്ക് ബോധവൽക്കരണ ഉദ്ഘാടനം ചെയ്യാനായിരിക്കും ശ്രീമതി സിന്നു ടീച്ചർ DRCയുടെ ചെയർമാനാണ്. ഈ നാളെ കൊണ്ടുപോയിട്ടില്ല പോലീസ് അവനെ ഐസ്ക്രീം വെയിലത്ത് നിന്ന് ഐസ്ക്രീം ഉരുകട്ടെ. വൈശു നേരെ ഇരി. നമുക്ക് ടെക്സ്റ്റും അതുപോലെ യൂണിഫോമും നമ്മൾ വാങ്ങിക്കണം കേട്ടോ. പൈസ കൊടുത്ത് മേടിക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. ഫുഡൊക്കെ അവിടെ നിന്ന് കൊടുക്കും. നമ്മൾ രാവിലെ ഒരു 11 മണിക്ക് കഴിക്കാനുള്ള ഫുഡ് മാത്രം കൊടുത്തു വിട്ടാൽ മതി. അതുപോലെ സ്നാക്സ് ഒന്നും കൊടുത്തു വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ടീച്ചർ പറഞ്ഞു. എന്ന് വെച്ചാൽ മിക്സർ, ചിപ്സ്, ബിസ്ക്കറ്റ് അതുപോലൊക്കെയുള്ള സാധനങ്ങളൊന്നും വേണ്ട. രാവിലെ നമ്മൾ എന്താണോ ഉണ്ടാക്കുന്നത്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണോ ഉണ്ടാക്കുന്നത് അതിനകത്തുനിന്ന് ഒരു പങ്ക് മാത്രം കൊടുത്തു വിട്ടാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ.
അപ്പം ഒരാൾ കൊണ്ടുവരുമ്പം എല്ലാവർക്കും കഴിക്കണമെന്ന് തോന്നും. അപ്പം ഇതില്ലാത്ത കുഞ്ഞുങ്ങൾ കാണല്ലേ. ഇപ്പം നമുക്കിപ്പം ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊടുത്തു വിടാൻ പറ്റും. എനിക്ക് തോന്നുന്നു അവിടെ ഇപ്പം വന്നിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ കാണും. പക്ഷേ പണ്ടത്തെ ആ ഒരു ഇത് വെച്ചിട്ടാണ് ടീച്ചർ ഇപ്പോഴും പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ഇല്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്, ശരിക്കും ഇപ്പോഴും കാണുമായിരിക്കും. പക്ഷേ ഈ ഒരു സ്കൂളിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. അപ്പം അങ്ങനെ ടീച്ചർ പറഞ്ഞു ഇങ്ങനെ സ്നാക്സ് ഐറ്റംസ് ഒന്നും കൊണ്ടുവരണ്ട. അപ്പോൾ ഒരാൾ കൊണ്ടുവരുമ്പോൾ എല്ലാവർക്കും കഴിക്കണമെന്ന് തോന്നും. അപ്പം അവർക്കത് കൊണ്ടുവരാനുള്ള സ്ഥിതി കാണില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ എന്താണോ ഉണ്ടാക്കുക, എന്തായാലും എല്ലാ വീടുകളിലും രാവിലെ ഒന്നുകിൽ ഇലയപ്പം അല്ലെങ്കിൽ ഇഡ്ഡലി, ദോശ, അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതിലൊരു പങ്ക് രാവിലെ കൊടുത്തു വിട്ടാൽ മതി. അല്ലാണ്ട് ഒരു സാധനങ്ങൾ കൊണ്ട് ചെല്ലരുതെന്നാണ് കേട്ടോ ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടോ? ഞങ്ങളിപ്പോൾ സ്കൂളിലൊക്കെ പോയി പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് കുറേ നേരം അവിടെ നിൽക്കണമായിരുന്നു. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോയിട്ട് അകത്ത് കയറ്റി ഇരുത്തുമ്പോൾ തിരിച്ച് വരുമല്ലോ. ഇരുത്തി ഒരു 2 മിനിറ്റ് ഇരുത്തിയിട്ട് പേരൊക്കെ വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് വരും. ഇവിടെ പക്ഷേ അങ്ങനെയല്ല കേട്ടോ. കുറേ നേരം എനിക്ക് തോന്നുന്നു 4-ലേക്ക് പിള്ളേർ ഒത്തിരി നേരം നിർത്തി കേട്ടോ. നമുക്ക് പിന്നെയും കുറച്ചുകൂടി നേരത്തെ വരാൻ പറ്റി. കുറേ നേരം അവിടെ നിൽക്കണമായിരുന്നു. പിന്നെ പേരൊക്കെ വിളിച്ചു, ക്ലാസ്സിൽ കൊണ്ടുവന്നു. പിന്നെ ഇവർക്ക് കുറേ ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ. ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ പായസം ഉണ്ടായിരുന്നു. പിന്നെ തെരളി ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്, പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ക്ലാസ്സൊക്കെ നല്ല ക്ലാസ്സാണ് കേട്ടോ. വലിയ മോശപ്പെട്ട ക്ലാസ്സൊന്നുമല്ല, നല്ല രീതിയിലുള്ള ക്ലാസ്സാണ്. പിന്നെ ടീച്ചറിനെയൊക്കെ പരിചയം, ടീച്ചറിന് നമ്മൾ ഫോണിൽ പരിചയമുണ്ട് കേട്ടോ. വാട്സപ്പിൽ മെസ്സേജൊക്കെ അയച്ച് പരിചയമാണ്. പിന്നെ അങ്ങനെ അവരെയൊക്കെ പരിചയമായി. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പം ഏട്ടൻ ജോലിക്ക് പോയി. അപ്പോൾ വൈശുവിന് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അപ്പോൾ വാവയ്ക്ക് ചേച്ചിയുടെ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചു. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് നേരം ഇവിടെ വന്നിരുന്നിട്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നാളെ തൊട്ട് ഇനി വൈശുവിനെ രാവിലെ കൊണ്ടുവരണം. 10 മണിക്ക് ക്ലാസ് തുടങ്ങും, 3:30 വരെ ഉള്ളൂ കേട്ടോ. അപ്പം ഏട്ടൻ കൊണ്ടുവിടുമായിരിക്കും. അപ്പോൾ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും വരേണ്ടി വരും. വാവ ഇവിടെ നിന്ന് എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നു, ബഹളമൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം ഇവിടെ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി തിരിച്ച് പോകുന്നുള്ളൂ കേട്ടോ. അപ്പം അമ്മയും അനിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് സ്കൂൾ. ഏട്ടൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ശകലം അങ്ങോട്ട് പോയാൽ മതി കേട്ടോ. ഒരു 2 വളവ് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളാണ്. തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുന്ന്. അപ്പം നമുക്ക് അവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, അവിടെ നല്ല ദൂരമുണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. വൈശു ഇവിടെ കിടന്ന് പടം വരയ്ക്കുകയാണ് കേട്ടോ. കളർ കൊടുക്കുകയാണ്. വൈശുവിന് സ്കൂളിൽ നിന്ന് മറ്റേ ക്രയോൺസാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുത്തത്. ക്രയോൺസും ഒരു ബുക്കും കൂടിയിട്ടാണ് കേട്ടോ. അത് ഞാൻ പിന്നെ കാണിച്ചിട്ടാണ്. ഇത് കവറിനകത്ത് ഇരിപ്പുണ്ട്.
ഒരു ചെറിയൊരു കവറിനകത്തൊക്കെ ഇട്ട് നല്ല ഇതായിട്ടാണ് കേട്ടോ കൊടുത്തത്. പിന്നെ എറേസർ ഉണ്ടായിരുന്നു, കട്ടർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു പെൻസിലും ഉണ്ടായിരുന്നു കേട്ടോ. പശുവിനല്ലേ വെള്ളമൊക്കെ അവിടെ വെച്ചിട്ട് നീ ചോറ് ഇന്ന് വൈഷ്ണു ആദ്യമേ. നമ്മളിപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ചക്കയും മീൻകറിയൊക്കെ ആയിരുന്നു കേട്ടോ. മീൻ വറുത്തതുണ്ടായിരുന്നു. അപ്പം ഏട്ടന് വന്നായിരുന്നു ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ശരിക്കും കുഴഞ്ഞു കേട്ടോ. കുഴഞ്ഞെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വാവ ഉറങ്ങി, വൈശുവിന് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു, ഭയങ്കരമായിട്ട് പാടുപെട്ടു. ഇനി എന്നും എങ്ങനെ പോയി വരികയും ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ വയ്യ കേട്ടോ. അത്രയ്ക്ക് ഭയങ്കരമായിട്ട് പാടുപെട്ടു. പിന്നെ വഴിയിലൊരു കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കൊച്ചൊരു ചെറുക്കൻ. അപ്പോൾ അവനോട് എൻ്റെ മോനെ ഇവളെ അങ്ങോട്ടൊന്ന് ആക്കി തരുമോ പറഞ്ഞു. അങ്ങനെ അവിടെ ചേച്ചിയുടെ വീട്ടിൽ വന്ന് അവിടെ കുറേ നേരം ഇരുന്നു. അപ്പോഴത്തേക്ക് വൈശിക ഉണർന്നു. പിന്നെ ഇപ്പോഴാണ് കേട്ടോ വരുന്നത്. ഭയങ്കരമായിട്ട് ക്ഷീണമായിപ്പോയി, കുഴഞ്ഞു പോയി. അതിൻ്റെ കൂടെ പേടി, ഇവർ ഉറങ്ങിയാൽ ഇനി വല്ലതും പറ്റുമോ എന്തോന്നും അറിയത്തില്ലല്ലോ നമുക്ക്. അങ്ങനെ എന്തായാലും ഇവിടെ വന്ന് എത്തിപ്പെട്ടു കേട്ടോ. അതിൻ്റെ കൂടെ ബലൂൺ എടുക്കണം എന്നും പറഞ്ഞിട്ട് ബലൂണ് പോയി വഴിയിലെല്ലാം ഇറങ്ങി രണ്ടുപേരും കൂടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു വഴിയിൽ. എന്തായാലും കുറേ പാടുപെട്ടു. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം. ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ, ബൈ ബൈ.